നമസ്കാരം. ഒരു മാസം പെയ്യേണ്ടുന്ന മഴ 24 മണിക്കൂറിൽ പെയ്താൽ ഒരു സംസ്ഥാനം നേരിടുന്ന അതിഭീകരമായ സാഹചര്യത്തിലൂടെയാണ് ഇന്നലെ കേരളം കടന്നുപോയത്. എന്തായാലും ഇന്നും സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ പ്രവചനങ്ങൾ അനുസരിച്ച് വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 12 ജില്ലകളിൽ അധികൃതർ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത പ്രളയസമാനമായ സാഹചര്യം ഉണ്ടാക്കുന്ന വിധത്തിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ ഇടയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇടിമിന്നലോട് കൂടിയ ഈ മഴയിൽ മലയോര മേഖലകളിലും കടലോരങ്ങളിലും വൻ അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്താൻ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും മഴ കനത്തതോടെ ഇന്നലെ പലയിടത്തും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒഴുക്കും കാരണം അപകടങ്ങൾ സംഭവിച്ചിരുന്നു. 8 പേർക്കാണ് ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടത്. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കരയിൽ പയ്യാനിത്തോട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന് 24-കാരനായ ജോസഫിൻ ജോണിയും അദ്ദേഹത്തിന്റെ മാതാവ് റജീനയും ദാരുണമായി മരണപ്പെട്ടിരുന്നു. ഇടുക്കി ജില്ലയിലെ അടൂർമലയിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കുടയത്തൂർ നിവാസിയായ സുമതി, കോലാഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മൺതിട്ട് ഇടിഞ്ഞു വീണ വൈക്കം സ്വദേശി പ്രഭാകരൻ നായരും മരണമടഞ്ഞു. മലപ്പുറം ജില്ലയിൽ 2 പിഞ്ചുകുഞ്ഞുങ്ങളുടെ വേർപാട് വലിയ നൊമ്പരമായി മാറി. വണ്ടൂർ എറിയാട് തോട്ടിലെ കുത്തൊഴുക്കിൽപ്പെട്ട് 3 വയസ്സുകാരൻ അബ്ദുൽ മുഹൈനിയും കൊണ്ടോട്ടി നീറാട് തോട്ടിൽ വീണ് 4 വയസ്സുകാരൻ ആദം ഐമനുമാണ് ജീവൻ വെടിഞ്ഞത്. വയനാട്ടിലെ പടിഞ്ഞാറേത്തറയിൽ വെള്ളക്കെട്ടിൽ നിന്നും വെള്ളം അടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മാഞ്ഞൂർ സ്വദേശി ബെന്നി മോട്ടറിൽ നിന്നും വൈദ്യുതിയാഘാതമേറ്റ് മരണപ്പെട്ടു. കൊല്ലം നീണ്ടകരയിൽ കഴിഞ്ഞ ദിവസം വള്ളം മറിഞ്ഞ് കാണാതായ പുത്തൻതുറ സ്വദേശി രാധാകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തി. ഈ അപകടത്തിൽ കാണാതായ മറ്റൊരു വ്യക്തിക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ഇന്നലെ പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും ശമനമില്ലാതെ തുടരുന്ന സാഹചര്യമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴയുടെ തീവ്രതയ്ക്ക് അല്പം അയവ് വന്നിരുന്നെങ്കിലും വൈകുന്നേരത്തോടു കൂടി അത് ശക്തി പ്രാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ പൂനൂർ കട്ടിപ്പാറ റോഡിൽ യാത്രികരുമായി സഞ്ചരിച്ച ബസ് വലിയ വെള്ളക്കെട്ടിൽ പൊടുകയും തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് സാഹസികമായി ആൾക്കാരെ പുറത്തെത്തിക്കുകയും ചെയ്തിരുന്നു. പന്തിരിക്കരയിൽ കുടിക്കുന്നുമൽ ഉഷയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. വനമേഖലയിൽ ഉണ്ടായ ശക്തിയേറിയ മഴ കാരണം വിലങ്ങാട് പുഴ കരകവിഞ്ഞൊഴുകുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ബേപ്പൂർ തീരത്തു നിന്നും കടലിൽ പോയി അപകടത്തിൽപ്പെട്ട 17 മത്സ്യത്തൊഴിലാളികളെ തീരസംരക്ഷണ സേനയും പ്രാദേശിക തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചിട്ടുണ്ട്. വയനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. പിടങ്ങോട് പന്നിയോറ ഭാഗത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ ആദിവാസി കുടുംബങ്ങളെ ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചാണ് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിയത്. പുഴുതന പഞ്ചായത്തിന്റെ കീഴിൽ നിലവിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മാനന്തവാടി, തലപ്പുഴ, കമ്പിപ്പാലം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയത് ജനജീവിതം ദുസ്സഹമാക്കി. മലയോര പാതകളിൽ അപകട സാധ്യത മുന്നിൽ കണ്ട ബോയ്സ് ടൗൺ പാൽച്ചുരം റോഡിൽ വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക, അനാവശ്യമായി മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ നടത്താതിരിക്കുക, കഴിവതും വീടുകളിൽ തുടരുക. അപകട മേഖലയിലാണ് നിങ്ങളുടെ ഭവനമെങ്കിൽ എത്രയും വേഗം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറുക.